അതെ, ആദ്യം വിദ്യാർത്ഥി രോഷത്തിൽ ഇപ്പോൾ മുട്ടുമടക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. CJPയുടെ ചരിത്ര സമരം വിജയം കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. നീറ്റ് പേപ്പർ ചോർച്ചയിലെ വിഭജന രോഷം തിരിച്ചറിഞ്ഞാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. പേപ്പർ ചോർച്ച തടയാൻ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന ഉറപ്പോടെയാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ പിന്മാറ്റം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ്, രാപ്പകൽ വ്യത്യാസമില്ലാതെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ രാജ്യതലസ്ഥാനത്ത് ഇരമ്പിയടിച്ച വിദ്യാർത്ഥി രോഷത്തിന് മുന്നിൽ ഇപ്പോൾ ഇതാ കേന്ദ്ര സർക്കാർ പൂർണ്ണമായി മുട്ടുമടക്കിയ ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കടുത്ത പ്രതിഷേധങ്ങൾക്കും ആഴ്ചകൾ നീണ്ട തെരുവ് പോരാട്ടങ്ങൾക്കുമൊടുവിൽ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. CJPയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ വിദ്യാർത്ഥികളും യുവാക്കളും നടത്തിയ ചരിത്ര പ്രസിദ്ധമായ സമരമാണ് ഇപ്പോൾ വിജയത്തിലെത്തിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അത്രത്തോളം പ്രതിഷേധങ്ങളാണ് ഇരമ്പി വന്നത്. ഇപ്പോൾ പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങി കേന്ദ്രം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. മന്ത്രിയുടെ രാജിയിലൂടെ തന്നെ വലിയൊരു മാറ്റം തന്നെയാണ് ഇനി കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ള ഒരു പ്രഖ്യാപനവും സർക്കാർ ഇതിലൂടെ നൽകുന്നുണ്ട്. സമരക്കാരുടെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്ന് തന്നെ പ്രധാന്റെ രാജിയായിരുന്നു. പ്രധാൻ രാജിവെക്കേണ്ടതില്ല എന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. എന്നാൽ പ്രധാൻ രാജിവെക്കാതെ പിന്നോട്ടില്ലെന്ന് സമരക്കാരും തീരുമാനമെടുത്തു. ഇതിന് പിന്നാലെയാണ് സർക്കാരിന് വഴങ്ങേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് ഈ രാജിക്കാര്യം പ്രധാൻ അറിയിച്ചിരിക്കുന്നത്. യുവ സുഹൃത്തുക്കളെ എന്ന് അഭിസംബോധന ചെയ്താണ് ധർമ്മേന്ദ്ര പ്രധാന്റെ സമൂഹ മാധ്യമത്തിലെ പോസ്റ്റ് ആരംഭിക്കുന്നത്. ഇതിലെ പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുന്നത്, കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെയായി വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾക്കുമായി പ്രവർത്തിക്കുകയാണ് ഞാൻ. ദീർഘവീക്ഷണമുള്ള ഒരു സമ്പ്രദായമാണ് രാഷ്ട്രത്തിന്റെ ഈ വിദ്യാഭ്യാസ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അത് രാഷ്ട്രത്തിന്റെ ഒരു അടിത്തറ കൂടിയാണ്. രാജ്യത്തെ യുവാക്കളുടെ അഭിലാഷങ്ങളെയും വികാരങ്ങളെയും പ്രതീക്ഷകളെയും ഞാൻ മാനിക്കുന്നു. ഇന്ത്യയിലെ യുവതലമുറയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക എന്നത് നമ്മുടെ പ്രതിബദ്ധതയാണ് എന്നുകൂടെ മന്ത്രി ഈ ഒരു കുറിപ്പിലൂടെ പറയുന്നുണ്ട്. എന്തായാലും വലിയ കേന്ദ്രമന്ത്രിയുടെ രാജിയിൽ കേന്ദ്രമന്ത്രിയിൽ വലിയ വിജയാഹ്ലാദം തന്നെയാണ് കാണുന്നത്. വിദ്യാർത്ഥികളുടെ ശക്തി നീനാൾ വാഴട്ടെ എന്ന് CJP എക്സിൽ കുറിച്ചിരിക്കുകയാണ്. CJP നേതാവ് അഭിജിത് ദീപ്കയുടെ നേതൃത്വത്തിലാണ് സമരക്കാർ കേന്ദ്രമന്ത്രിയിൽ ആഹ്ലാദ പ്രകടനം നടത്തുന്നത്. ഇപ്പോൾ അതിന്റെ ആഹ്ലാദ പ്രകടനത്തിന്റെ വീഡിയോയും എല്ലാം എക്സിൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അത്രത്തോളം വലിയ ഒരു രീതിയിലുള്ള ഒരു ആഘോഷ പ്രകടനം തന്നെ അല്ലെങ്കിൽ ആഹ്ലാദ പ്രകടനം തന്നെയാണ് രാജ്യ തലസ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത്. അതിനിടയിൽ ആത്മഹത്യ ചെയ്ത അല്ലെങ്കിൽ മരണപ്പെട്ട വിദ്യാർത്ഥികൾക്കായി സമരപന്തലിൽ മൗനാചരണം നടത്തുന്നുണ്ട്. ചരിത്ര വിജയമെന്ന് കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ട്. നീറ്റ് പരീക്ഷയ്ക്ക് പിന്നാലെ വലിയൊരു മാറ്റം തന്നെയാണ് അല്ലെങ്കിൽ വലിയൊരു പ്രതിഷേധ രീതി തന്നെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിന്റെയൊക്കെ ഫലമായി കേന്ദ്രമന്ത്രിയിൽ ഇപ്പോൾ ആഹ്ലാദ പ്രകടനമാണ് നടത്തുന്നത്. ധർമ്മേന്ദ്ര പ്രധാന്റെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എല്ലാം ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിന്റെയൊക്കെ ഒരു വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു. അതിന്റെയൊക്കെ ഫലമായാണ് ഇപ്പോൾ ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിനൊടുവിൽ കേന്ദ്ര മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നത്. ആദിത്യ, ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.